നമ്മുടെ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ജീവൻ പൊലിഞ്ഞുപോയ നമ്മൾ ആരൊക്കെയോ സംരക്ഷിക്കപ്പെടേണ്ട, അതായത് ഗവൺമെന്റ്, ഇവിടുത്തെ ഭരണകൂടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്ന ജനജീവിതങ്ങൾ പൊലിഞ്ഞുപോയിരിക്കുന്നു. അവർക്ക് വേണ്ടി ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പിന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ ചില സൂചനകൾ ഉണ്ടായതായിട്ട് ശ്രദ്ധിക്കാനിടയായി. കാരണം അതിങ്ങനെയായിരുന്നു. കാരണം വർഷങ്ങളായി താമസിക്കുന്ന നമ്മുടെ ദേശത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തു നിന്നും മാറി താമസിക്കാൻ ജനങ്ങൾ വിസമ്മതിക്കരുത്. ഇത്തരമൊരു ഘട്ടത്തിൽ വളരെ അധികം എന്താ പറയാ, ഈഗർനെസ്സോടുകൂടി, തീഷ്ണതയോട് മാറേണ്ടതാണ് എന്നൊരു മുന്നറിയിപ്പ്. അതാണോ ആക്ച്വലി നമുക്ക് വേണ്ടത്? കാരണം ജനങ്ങളെ പാർപ്പിട യോഗ്യമായ സ്ഥലത്ത് പാർപ്പിക്കണം. അല്ലാതെ ജനങ്ങൾ ഇത്രയും കാലം താമസിച്ച സ്ഥലത്ത് നിന്ന് മാറാനുള്ള ഇമോഷണൽ, അതായത് വൈകാരിക തലത്തിൽ വെച്ചല്ലത് ഡീൽ ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾക്ക് എവിടെ പാർപ്പിട യോഗ്യമായ വീടുകൾ, എവിടെ? ലക്ഷം വീട് പദ്ധതി, അതുപോലെ സുനാമി ഫ്ലാറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ പോയി കണ്ടാൽ അറിയാം അവിടുത്തെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇനിയെങ്കിലും ചിന്തിക്കണം. ജനങ്ങൾക്ക് മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ പാർപ്പിടമാണ് അവർക്ക് ആവശ്യമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതെ, എനിക്ക് വയനാട് ദുരന്തവുമായി, ലോകം മുഴുവൻ ഞെട്ടിച്ച വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ബഹുമാനപ്പെട്ട ഭരണ കേന്ദ്രങ്ങളോട് ഇത്രയും പ്രകൃതി രമണീയവും നമുക്കെല്ലാവർക്കും ഭക്ഷ്യ വിഭവങ്ങൾ സമ്മാനിക്കുന്ന നമ്മുടെ വയനാടിന്റെ ഈ ഇന്നത്തെ സൂര്യോദയം വളരെ ദയനീയമായ, മനുഷ്യ ശരീരങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഛിന്ന ഭിന്നമായ ആ വളരെ ദയനീയമായ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഇന്ന് സൂര്യോദയം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ജനങ്ങളെ ഇനിയെങ്കിലും പാർപ്പിട യോഗ്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഒരു പോംവഴി. കാരണം ഭൂമിയെ പാർപ്പിട യോഗ്യമായ സ്ഥലമെന്നും കൃഷിയോഗ്യമായ സ്ഥലമെന്നും തരം തിരിച്ചുകൊണ്ട് മാറ്റുകയും അതിൽ ഏറ്റവും പാർപ്പിട യോഗ്യമായ സ്ഥലത്ത് പാർപ്പിടങ്ങൾ, ഒരു മനുഷ്യന് ഏറ്റവും ഉചിതമായി ജീവിക്കേണ്ട തരത്തിലുള്ള പാർപ്പിടങ്ങൾ നിർമ്മിക്കുകയും അവിടെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ജനങ്ങളെ അവിടെ പാർപ്പിക്കണം എന്ന് തന്നെയാണ് ഈ വൈകിയ വേളയിലെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ മുല്ലപ്പെരിയാറിന്റെ വിഷയം നമുക്ക് വലിയൊരു കോടാലിയായിട്ട് നമുക്ക് നിൽക്കുന്നത് നമ്മൾ ആരും മറന്നു പോകരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.